ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊമേഴ്ഷ്യൽ വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എങ്ങനെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നതാണ്. അപ്പോൾ നമുക്കറിയാം, കേസ് 1 പ്രകാരമാണെങ്കിൽ കണക്ക് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. 1 ക്യാഷ് പ്രൈസ്, 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 3 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. സോ ഇത് മൂന്നുമുള്ള ഫസ്റ്റ് കേസാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യനുണ്ട്. ഓൺ 1/1/2015 രാംലാൽ പർച്ചേസ്ഡ് എ മെഷീനറി ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. രാംലാൽ 1/1/2015 ജനുവരി 1-ാം തീയതി ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു. ദ പേയ്മെൻറ്റ് വാസ് ടു ബി മെയ്ഡ് ₹4,000 ഡൗൺ ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ്. അതായത് മെഷീൻ വാങ്ങിച്ച സമയം തന്നെ ₹4,000 ഡൗൺ പേയ്മെൻറ്റായി അടച്ചു. ആൻഡ് ₹4,000 ആനുവലി ഫോർ 3 years. ബാക്കിയുള്ള എമൗണ്ടുകൾ അടുത്ത 3 വർഷത്തേക്ക് ₹4,000 വീതം അടയ്ക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീനറി വാസ് ₹14,900 ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് 5%. അതായത് ആ മെഷീനിൻ്റെ ശരിക്കുമുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ₹14,900, 14,900. അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5%. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും അടങ്ങിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രത്തോളമാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ കണക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ 3 കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹയർ പർച്ചേസ് പ്രൈസ് വേണം, ടോട്ടൽ ക്യാഷ് പ്രൈസ് വേണം, ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിളും വേണം. നമുക്കറിയാം, ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസിനകത്ത് ആദ്യമേ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ₹4,000 ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് തീർന്നില്ല, 3 ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. എത്ര രൂപയാണ്? 3 ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. എത്ര രൂപ വീതം? ₹4,000 വീതമുള്ള 3 ഇൻസ്റ്റാൾമെൻറ്റ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 4,000 പ്ലസ് 4,000 × 3 12,000. അപ്പോൾ എത്ര വരും? മുഴുവൻ 16,000 രൂപയാണ് ഹയർ പർച്ചേസ് പ്രൈസ് വരുന്നത്. ഇനി ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്ര? നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റിന് കുറച്ച് മുമ്പ് കണ്ടെത്തുന്നത് 14,900 രൂപയാണ്. 14,900 രൂപയാണ് നമ്മുടെ ടോട്ടൽ ക്യാഷ് പ്രൈസ് വരുന്നത്. ശേഷം ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 16,000 മൈനസ് 14,900, അതാണ് എന്ത്? നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ. അതായത് എത്ര വരും? 1,100 രൂപ. സോ നമുക്ക് ഈ 3 ഫിഗേഴ്സും കിട്ടിയതുകൊണ്ട് നമുക്ക് ഇനി നേരെ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇനി അസറ്റ് വാങ്ങിച്ച ഡേറ്റ് എന്നാണ് നമ്മൾ ക്വസ്റ്റിനകത്ത് പറയുന്നത്. എന്നായിരുന്നു? ജനുവരി 1, 2015. അതായത് 1/1/2015 ഈ അസറ്റ് നമ്മൾ വാങ്ങുവാനിടയായി തീർന്നത്. അത് എത്ര രൂപയായിരുന്നു? ക്യാഷ് വാല്യൂ എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ട്? എത്ര? 14,900 ആയിരുന്നു ക്യാഷ് വാല്യൂ. ക്യാഷ് പ്രൈസായിട്ട് അതെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ച അതേ ദിവസം നമ്മൾ എത്ര രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ് അതല്ലെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തത്? 4,000 രൂപ ക്യാഷ് പ്രൈസ് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്ത് ആ ദിവസം വന്നേക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എത്ര രൂപയാണ്? 4,000 മാത്രമേ ഉള്ളൂ. ദിവസം അതേ അസറ്റ് വാങ്ങിച്ച ദിവസം തന്നെ ആയതുകൊണ്ട് എന്താണ്? ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അടുത്ത ദിവസം എന്താണ് വരുന്നത്? ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്നെന്ന്, അതായത് 31/12/2015 അടുത്തത് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ ക്യാഷ് വാല്യൂ എത്ര വരും? നമ്മളിവിടെ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ 14,900 ആയിരുന്നു. അതിൽ നിന്ന് ക്യാഷ് പ്രൈസ് ആയിട്ട് 4,000 നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 14,900 നിന്നും 4,000 കുറച്ചിട്ടുള്ള എമൗണ്ട്, അതായത് 10,900 രൂപയാണ് ക്യാഷ് വാല്യൂ വരുന്നത്. ഇനി ക്യാഷ് പ്രൈസ് എത്ര വരും? ക്യാഷ് പ്രൈസ് നമുക്ക് എത്ര വരും നമുക്ക് അറിയത്തില്ല. പക്ഷേ നമ്മളോട് ഒരു ക്ലൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാ വർഷവും 4,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? ഇൻസ്റ്റാൾമെൻറ്റ് 4,000 രൂപയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് പ്രൈസും അതേപോലെ തന്നെ ഇൻട്രസ്റ്റുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻട്രസ്റ്റ് എത്രയാണ്? അറ്റ് 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5%. 5% ആകുമ്പോൾ എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? 10,900ൻ്റെ 5% പറയുമ്പോൾ എത്ര വരും? 545 രൂപ. 545 രൂപയാണ് നമ്മുടെ എന്ത്? ഇൻട്രസ്റ്റ് എന്ന് വരുന്നത്. നമുക്കറിയാം, ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കൂടെ കൂടുന്നതാണ് എന്ത്? ഇൻസ്റ്റാൾമെൻറ്റ്. എന്താണ്? ക്യാഷ് പ്രൈസിൻ്റെ വാല്യൂവും ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ കൂടെ കൂടുന്നതാണ് ഇൻസ്റ്റാൾമെൻറ്റ്. സോ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. എന്ത്? ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാം. എങ്ങനെ? ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ, അതായത് 4,000 നിന്നും 545 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് പ്രൈസ് കിട്ടും. 4,000 മൈനസ് 545 എത്ര വരും? 3,455 രൂപ നമുക്ക് വരും. സോ ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് ഇയറിലെ കണക്ക് തീർന്നു. ഇനി നമുക്ക് വരുന്നത് എത്രയാണ്? സെക്കൻഡ് ഇയറിലെ കണക്ക്. സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോഴാണ്
ക്ലോസ് ചെയ്യുന്ന സമയം അതായത് 31/12/2015 കഴിഞ്ഞ അടുത്തതാണ് 2016. അവിടെ വരുമ്പം ക്യാഷ് വാല്യൂ എത്ര വരും? 10,900 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ക്യാഷ് പ്രൈസ് 3,455 കുറച്ച്. ഇനി ശേഷം എത്രയുണ്ട്? 7,445 രൂപയാണ് നമുക്ക് ക്യാഷ് പ്രൈസ് ആയിട്ടുള്ളത്. സോ ക്യാഷ് പ്രൈസ് കിട്ടി. ഇൻസ്റ്റാൾമെൻറ്റ് നമുക്കറിയാം 4,000. ഇവിടെയും പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റ് 5% കണ്ടുപിടിക്കണം. ഏതിൻ്റെ? 7,445 എന്ന് പറയുന്ന ഫിഗറിൻ്റെ 5% ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. എത്ര വരും? 372 രൂപ വരും, ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും കിട്ടുമ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാം. എങ്ങനെ? ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് പ്രൈസ് കിട്ടും. അതായത് 3,628 രൂപ വരും. അതോടുകൂടി നമ്മൾ രണ്ടാമത്തെ വർഷവും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ മൂന്നാമത്തെ വർഷം, അതായത് അവസാന വർഷത്തേക്ക് വരികയാണ്. 31/12/2016 പകരം 2017 അടുത്ത വർഷം വന്ന് ഇവിടുത്തെ ക്യാഷ് വാല്യൂ എത്ര വരും? 7,445 നിന്നും 3,628 കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട്, അതായത് 3,817 രൂപ. അതാണ് നമ്മുടെ എന്ത് വരുന്നത്? ക്യാഷ് വാല്യൂ വരുന്നത്. ഇതിന് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് കൊടുത്തത്? 4,000 തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. എത്രയാണ്? 4,000 തന്നെ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. ഇത് അവസാന വർഷമായതുകൊണ്ട് എന്താണ് നമ്മൾ ക്യാഷ് പ്രൈസ് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് അല്ല നോക്കുന്നത്, ക്യാഷ് പ്രൈസ് തന്നെ കൊടുക്കുന്നത്. അവസാന വർഷമായതുകൊണ്ട് ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുകയാണ്. എത്ര? ഇവിടെ ക്യാഷ് വാല്യൂ വന്നേക്കുന്ന ഫുൾ എമൗണ്ടും ക്യാഷ് പ്രൈസിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതായത് 3,817 രൂപയും എന്ന് പറഞ്ഞാൽ ക്യാഷ് ലാസ്റ്റ് ഇയറിലെ ഫൈനൽ ഇയറിലെ ക്യാഷ് വാല്യൂ വന്ന സെയിം എമൗണ്ട് അതേപോലെ തന്നെ ക്യാഷ് പ്രൈസിലോട്ട് 3,817 നമ്മളിപ്പോൾ തൊട്ട് മാറ്റി വെച്ചു. സോ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടി. ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക നമുക്ക് എത്ര കിട്ടും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. 4,000 നിന്ന് 3,817 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 183 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതിനെ സംബന്ധിച്ച് വേറെ ഗുണമുണ്ട്. അതെന്താണ്? ബാലൻസിങ് ഫിഗറാണ്. എന്താണ്? ബാലൻസിങ് ഫിഗറായിട്ടാണ് ഈ എമൗണ്ട് വരുന്നത്. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 3,817 5% ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇയറിൽ വരുമ്പോൾ നമുക്കെന്ത് സംഭവിക്കും? കണക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും? ലാസ്റ്റ് ഇയറിലോട്ട് എന്താണ്? ലാസ്റ്റ് ഇയറിൽ ക്യാഷ് വാല്യൂ വരുന്ന എമൗണ്ട് അത് ക്യാഷ് പ്രൈസിലോട്ടും കൊടുക്കും. എന്നിട്ട് ക്യാഷ് പ്രൈസും ഇൻസ്റ്റാൾമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്താണ്? ഇൻട്രസ്റ്റിലോട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 183 എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കണക്കെല്ലാം തീർന്നു. 3 വർഷവും കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണ്. ടോട്ടൽ കോളം നമ്മൾ നോക്കുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ക്യാഷ് പ്രൈസ് 4,000, 3,455, 3,628, 3,817. ഇനി എമൗണ്ടും കൂടെ എല്ലാം നമ്മൾ കൂട്ടാൻ പോവാണ്. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14,900 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടും. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടുകളെല്ലാം കൂട്ടുക. 4,000, 4,000, 4,000, 4,000 എല്ലാം കൂടെ എത്ര വരും? 16,000 വരുന്നുണ്ട്. അതിനുശേഷം ഇൻട്രസ്റ്റ് 545, 372, 183 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ട്? 1,100 വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത കണക്ക് ശരിയാണോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ നമ്മൾ ക്വസ്റ്റിനകത്ത് ആദ്യം എഴുതിയില്ലായിരുന്നു, ഇവിടെ ക്യാഷ് വാല്യൂ എഴുതിയിരുന്നു 14,900. ഇതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ ക്യാഷ് പ്രൈസിൻ്റെ അവസാനം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. അത് മാത്രമല്ലാണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മളിവിടെ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു 16,000. അതേ എമൗണ്ടാണ് നമുക്കിവിടെ മുകളിൽ 16,000 നമ്മൾ ആദ്യം ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 16,000 കണ്ടുപിടിച്ച് അതേ എമൗണ്ടാണ് അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് 16,000 നിൽക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് ടോട്ടൽ 1,100 ആ അതേ 1,100 ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 1,100. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്ത്? നമ്മുടെ കണക്ക് ശരിയാണെന്ന്. സോ എല്ലാവരും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ അടുത്ത വീഡിയോസുമായി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.